നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുണർത്തുകയാണ്. പരിശുദ്ധമായ കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനെ തൊട്ട് മുമ്പുള്ളതാകുന്ന മാസങ്ങൾ എനിക്ക് ദുഃഖത്തിന്റെ മാസങ്ങളാണ്, വർഷങ്ങളാ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന മൂത്താപ്പയാകുന്ന അബൂ താലിബ് മരണപ്പെട്ടതിന്റെ ദുഃഖത്തിൽ ഞാൻ കഴിഞ്ഞുകൂടുകയായിരുന്നു. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന എനിക്കെല്ലാമായി താങ്ങായി തണലായി വർത്തിച്ചിരുന്ന ഖദീജ ബീവിയും വഫാത്തായിരുന്നു. അങ്ങനെ ദുഃഖിതനായി വിഷണ്ണനായി മാനസികമായി തകർന്ന് ഞാൻ വീട്ടിൽ നിലകൊള്ളുമ്പോ യളാമയുടെ വീട്ടിൽ കിടന്നുകൊണ്ട് ഗാഢനിദ്രയിൽ ഭവിക്കുന്ന വേളയിൽ എന്റെ അടുക്കലേക്ക് ജിബീൽ വന്നിട്ട് പറഞ്ഞു, ഖും യാ റസൂലല്ലാഹ് വതുഫ് ബിൽ ബൈതി സബാ. എഴുന്നേൽക്കൂ നബിയേ, എഴുന്നേൽക്കൂ നബിയേ, നമുക്കൊരു യാത്ര പോകാം റസൂലേ. ഒരു ടൂറ് കൊണ്ടുപോവുകയാണ്, ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോവുകയാണ്, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് കൊണ്ടുവരുകയാണ്. ഹബീബായ നബി തങ്ങൾ പരിശുദ്ധ കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിമഹനീയമായ യാത്രയ്ക്ക് വേണ്ടി പ്രവാചകരെ തയ്യാറാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കമനീയമായ മൃഗത്തെ കൊണ്ടുവരുകയാണ്. ബുറാഖ് എന്ന വാഹനത്തെ പറ്റി റസൂലുള്ള പറയുകയാണ്, മുത്തുനബിക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനമല്ലേ, ഇന്ന് വരെ ഒരാളും സഞ്ചരിക്കാത്ത അതിശ്രേഷ്ഠമായ വാഹനമല്ലേ. ആദരമായ പ്രവാചകനെ പറയുകയാണ്, അത് വെളുത്ത നിറത്തിനാലുള്ള മൃഗമാണ്, നല്ല നീളമുള്ള മൃഗമാണ്. ഒരു കഴുതയേക്കാൾ ഉയരമുണ്ട്, എന്നാൽ കോവർ കഴുതയേക്കാൾ ഉയരം കുറവാണ്. ആ വാഹനത്തിനുള്ളിലേക്ക് എന്നെ കയറ്റിയിരുത്തി. അതിൻ്റെതാകുന്ന കുളമ്പടികൾ ചെല്ലുന്നത് വല്ലാത്ത ദൂരമാണ്. കണ്ണെത്താ ദൂരത്തേക്ക് അതിന്റെ കുളമ്പടികൾ സഞ്ചരിക്കുകയാണ്. അത്ര വിദൂരതയിലേക്കുള്ള പ്രയാണമാണ് സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്നത്. വല്ലാത്ത യാത്രയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അങ്ങകലെ 2 മാസത്തെ വഴി ദൂരമുള്ള പലസ്തീനിലെ പള്ളിയിലേക്ക്, ദൂരെയുള്ളതാകുന്ന പള്ളിയിലേക്ക് പ്രവാചകരെയും കൊണ്ട് രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം തന്നെ പ്രയാണം നടത്തുകയാ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ വ്യക്തമായി അല്ലാഹു പഠിപ്പിക്കുകയാണ്, തന്റെ അടിമയെ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് 2 മാസത്തെ വഴി ദൂരമുള്ള പലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയതായ അല്ലാഹു അവനെത്ര പരിശുദ്ധനാണ്. വളരെ കുറഞ്ഞ സമയം, ലൈലൻ എന്ന് നെക്രയായിട്ടാണ് ഉപയോഗിച്ചത്. സദസ്സിൽ ഉലമാക്കളുണ്ട്, അവർക്കറിയാം. മാരിഫിയാക്കിയിട്ടല്ല, മാരിഫിയാണെങ്കിൽ അത് രാത്രിയിൽ നിന്ന് ഇത്ര സമയം എന്നുള്ളത് നിജപ്പെടും. വളരെ കുറഞ്ഞ സമയം. രാത്രി മുഴുവനുമില്ല, രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. എന്നിട്ടോ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തി. തന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകത്വത്തിൽ സഹോദരങ്ങളാകുന്ന പ്രവാചകന്മാർക്ക് 1,23,999 അംബിയാ മുർസലീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുകയാണ്, നമസ്കാരം നിർവഹിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകരുടെ മുന്നിലേക്ക് 2 പാത്രങ്ങൾ കൊണ്ടുവന്ന് നിൽക്കുകയാ. ഒന്നിൽ സുന്ദരമായ പാലാണ്, മറ്റൊന്നിൽ കള്ളാണ്, ലഹരിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫഖ്തറത്തുൽ ലബന, ഞാൻ പാലിനെ തിരഞ്ഞെടുത്തു. പാല് കുടിക്കാൻ തുടങ്ങിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, തങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്, സന്മാർഗലബ്ധിയാണ് ഹബീബേ. വലൗ ഇഖ്തറതൽ ഖമറ, തങ്ങളെങ്ങാനും ലഹരിയെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ, കള്ളിനെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ, ലഗവതു ഉമ്മതുക, തങ്ങളുടെ ഉമ്മത്ത് മുഴുവനും പരിപൂർണമായി വഴിപിഴച്ചു പോയേനെ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെത്തി തന്റെ പ്രിയപ്പെട്ട അനുയായികളാകുന്ന അഥവാ പ്രവാചകത്വത്തിൽ സഹോദരങ്ങളാകുന്ന അമ്പിയാക്കൾക്ക് നേതൃത്വമായി നമസ്കാരം നിർവഹിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊള്ളുമ്പോൾ പ്രവാചകരുടെ മുന്നിൽ വളരെ സുന്ദരമായ പാനീയം കൊണ്ടുവരപ്പെട്ടു. ഒന്ന് കള്ളാണ്, മറ്റൊന്ന് നല്ല പാലാണ്. പ്രവാചകർ പാലിനെ തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഇഖ്തറത്തുൽ ഫിത്രത യാ റസൂലല്ലാഹ്, തങ്ങളെ തിരഞ്ഞെടുത്തത് സന്മാർഗലബ്ധിയാണ്. വലൗ ഇഖ്തറതൽ ഖംറ ലഗവതു ഉമ്മതുക, തങ്ങളെങ്ങാനും ലഹരിയെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ തങ്ങളുടെ സമുദായം മുഴുവനും പിഴച്ചു പോയേനെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിബിതങ്ങൾ പാല് തെരഞ്ഞെടുത്തിട്ട് തന്നെ ഇന്നത്തെ ഉമ്മത്തിൽ എത്ര ആളുകളാണ് ലഹരി നുണയുന്നവർ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കള്ളങ്ങാണം തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് മുഴുവനും പിഴച്ചു പോയേനെ. ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വലിയ വിഷയമാണ് ലഹരി. ഇന്നത്തെ തലമുറയിൽ വല്ലാതെ കടന്നുകൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ, ധാരാളം ആളുകൾ അതിന് അഡിക്റ്റായിരിക്കുക. കോളേജിൽ പഠിക്കുന്ന കാലയളവിൽ, ക്യാമ്പസുകൾ പഠിക്കുന്നതാകുന്ന സമയങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാർ കൂടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിച്ചതാകുന്ന വിഭാഗമല്ലേ അറിയണേ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആസിറഹാ വമുതസിറഹാ. ലഹരിയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചതായ വിഭാഗം, കള്ളാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആളുകളില്ലേ, അതിനുവേണ്ടി ആളുകളോട് ആവശ്യപ്പെടുന്നതായ വ്യക്തികളില്ലേ, തീർന്നില്ല. വഹാമിലഹാ, അത് വഹിച്ചുകൊണ്ട് നടക്കുന്നതായ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരില്ലേ, വൽ മഹ്മൂലത ഇലൈ, ആർക്ക് വേണ്ടിയാണോ ഈ ലഹരിയെ നീ ചുമന്നുകൊണ്ട് നടക്കുന്നത് അവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുകയാണ്, ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വസാഖിയഹാ, അത് ജനങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതായ ആളുകളില്ലേ, ഞാനതാ ഇന്ന ബാർ ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്നവനാ ഇന്നവരെ ഞാനത് കുടിച്ചിട്ടില്ല എന്ന് അവകാശം ഉന്നയിക്കുന്ന ചെറുപ്പക്കാരാ, അത്തരത്തിലുള്ള ജോലി തന്നെ ഹറാമാണ്. നീ ലഹരി നുണയേണ്ടതില്ല. വസാഖിയഹാ, പെങ്ങളെ, ഭർത്താവിന് ലഹരി ഒഴിച്ചു കൊടുക്കുന്ന പെങ്ങളെ, നീ നരകത്തിലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചതായ വിഭാഗമാണ് വസാഖിയഹാ വശാരിബഹാ. ലഹരി ഒഴിച്ചു കൊടുക്കുന്നവരും അത് കുടിക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. വൽ മുസ്തരിയന ലഹരിയെ വാങ്ങിക്കുന്നവരും അത് വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് പറഞ്ഞയക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ഇന്ന് എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ യുവതികളാണ് ക്യാമ്പസുകളിൽ എന്ന് മാത്രമല്ല എത്രയോ ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാ. കള്ളും കഞ്ചാവും ലഹരിയുടെ ഉൽപ്പന്നങ്ങളുമായി MDMA-യും LSD-യും അടിച്ചുകൊണ്ട് പുതിയ തലമുറകൾ മാറ്റപ്പെട്ടു പോയില്ലയോ? നഊദു ബില്ലാഹ്.
പുഞ്ചക്കാട് മഹല്ലിലുള്ള യുവതി യുവാക്കളെ, നിങ്ങൾ കാത് കൊടുത്തുകൊണ്ട് കേൾക്കണേ. സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തെറ്റുകളുടെയും മാതാവാണ് ലഹരി എന്ന് പറയുന്നത്. ഉപയോഗം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, പരിപൂർണമായി പാടെ ഒഴിവാക്കണേ. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. യഥാർത്ഥ വിജയികളായി നിങ്ങൾ മാറണമെങ്കിൽ പരിപൂർണമായി ലഹരി ഒഴിവാക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ദുനിയാവിൽ വിജയിക്കണോ, ആഖിറത്തിൽ വിജയിക്കണോ, പാരത്രിക ലോകം സന്തോഷകരമാകണോ, സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാകണോ, ഈ ദുനിയാവിൽ ലഹരിയുമായി ജീവിതം അവസാനിപ്പിക്കണേ, അവസാനിപ്പിക്കണേ. ക്യാമ്പസുകളിൽ നിന്ന് എത്രയോ ചെറുപ്പക്കാരാണ്, എത്ര യുവതികളാണ് ലഹരിയുടെ മാഫിയുടെ പിടിയിൽ അകപ്പെട്ടു പോയില്ലവര്. എത്രയോ ആളുകൾ അത് കച്ചവടം ചെയ്യുന്ന ആളുകളില്ലേ, അത് ബിസിനസ് നടത്തുന്നവരായി ഇന്നത്തെ തലമുറകൾ മാറിയില്ലേ, മാറിയില്ലേ. ആദരമായ പ്രവാചകനെ പറയുകയാണ്, ശാരിബുൽ ഖംർ, കള്ള് കുടിക്കുന്നതായ ആള് യമൂതു കഅബിദില്ലാത വൽഉസ്സാ, നാക്കിനടിയിൽ പാൻപരാഗ് ചവച്ചു വെക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കാഫിറായിട്ടാണ് ചത്തുപോകുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കൂട്ടുകാർക്ക് മുന്നിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് റീൽസുകൾക്ക് വേണ്ടി മത്സരിക്കുന്നതാകുന്ന പുതുതലമുറകളെ, ചെറുപ്പക്കാരികളെ, യുവതികളെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറം സന്തോഷകരമാകണ്ടേ, ലഹരിയുടെ ചർച്ച നിന്റെ ജീവിതത്തിൽ വേണ്ടേ വേണ്ട. യമൂതു കഅബിദില്ലാത വൽഉസ്സാ, മക്ക മുശ്രിക്കുകൾ ചത്തുപോയതുപോലെ കാഫിറായിട്ടാണ്, കാഫിറായിട്ടാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് ലഹരി നുണയുന്നവർ ചത്തുപോകുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ, നബിയേ, തങ്ങൾ പറഞ്ഞതായ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും സദാസമയവും കള്ളുകുടിക്കുന്നവനെ കുറിച്ചാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ, അല്ല, അല്ല, 24 മണിക്കൂറും കള്ളുകുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്ന ഒരു യുവാവിനെ, യുവതിയെ കുറിച്ചല്ല കാഫിറായിന ചത്തുപോകുമെന്ന് പറഞ്ഞത്. വലാകിൻ യശറബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. ഒരൽപ്പം കള്ള് മാത്രമാണ്, ഒരൽപ്പം ലഹരി മാത്രമാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നീ നുകർന്നു പോയിട്ടുള്ളത്. തൗബ ചെയ്യാതെയാണ് മരിക്കുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതാകുന്ന ഹദീസുകൾ ഡസൻ കണക്കിനാണ്. മുഅ്മിനേ, മുഅ്മിനത്തേ, ആഖിറത്തെ ഭയന്നുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശാരിബുൽ ഖംർ, ലഹരി നുണയുന്ന ആള്, യഅതി യൗമൽ ഖിയാമ, അവൻ നാളെ ഖിയാമത്ത് നാളിൽ കടന്നു വരുന്ന രംഗമാണ്. അവൻ്റെതാകുന്ന മുഖകമലം മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖം വല്ലാത്ത കറുപ്പാണ്, കറുപ്പാണ്. മുദ്ലിഗൻ ലിസാനുഹു, അവന്റെ നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. യസീലു ലുആബുഹു, യസീലു ലുആബുഹു,
ആ നാവിൽ നിന്ന് ഈളയിട്ട് വീഴുന്നുണ്ട് സഹാബ. ഈ ദുനിയാവിൽ പേ പിടിച്ചതാകുന്ന അവരുടെ നാവ് പുറത്തേക്ക് നീക്കിയിട്ടുകൊണ്ട് ആ നാവിൽ നിന്ന് ഈളയിട്ട് വീഴുന്നത് പോലെ ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞവരെ, കള്ളു കുടിച്ചവരെ, കഞ്ചാവ് അടിച്ചവരെ, ഹശീഷ് ഉപയോഗിച്ചവരെ, MDM ഉപയോഗിച്ച മക്കളെ, LSD ഉപയോഗിച്ചവരെ നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് നീക്കിയിട്ടിട്ട് ആ നാവിൽ നിന്ന് ഈളയിട്ട് വീഴുകയാണ്. അതവന്റെ നെഞ്ചിലൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വയഖദിറുഹു കുല്ലു മൻ റആ. അവനെ കാണുന്ന സർവരും വെറുക്കുകയാണ്. അവരെല്ലാവരും ഓടി മാറുകയാണ്. എന്തൊരു കോലമാണ്, എന്തൊരു രൂപമാണ്, എന്തൊരു വിരൂപമായ കോലമാണ്. ഈ ദുന്യാവിൽ വെളുത്തു തുടുത്തവനല്ലേ, ഈ ദുന്യാവിൽ നല്ല രീതിയിൽ വെളുത്തവരായിരുന്നില്ലേ. കറുകറുത്ത മുഖകമലമാണ്, നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. ആര് കണ്ടാലും ഭയക്കുന്ന കോലമാണ്, ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്. നാവിൽ നിന്ന് ഈളയിട്ട് നെഞ്ചിലൂടെ ഒഴുകുകയാണ്. ഒരാൾ പോലും അവരെ രക്ഷിക്കാനുണ്ടാവുകയില്ല. ഒരു കൂട്ടുകാരനുമില്ല, ഒരു സഹോദരനുമില്ല, ഒരു സഹോദരിയുമില്ല. വലാ തസിറു വാസിറത്തുൻ വിസറ ഉഖറാ. ഒരാളുടെ പാപഭാരങ്ങൾ മറ്റൊരാൾ ഏറ്റെടുക്കാത്ത സ്ഥലമല്ലേ മഹ്ശറ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും മറ്റൊരു കൂട്ടുകാരന് തുണയാവാത്ത സ്ഥലമാണ് മഹ്ശറ. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവനാണ്, ഈ ദുനിയാവിൽ നിന്നെ ലഹരി പരിചയപ്പെടുത്തിയവരാണ്, ഈ ദുനിയാവിൽ നിന്നെ മോശപ്പെട്ട ചുറ്റുവട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കൂട്ടുകാരിയാണ്. അവളാണ് നിനക്കിത് പറഞ്ഞു തന്നത്. എവിടെ നിന്നാണ് ഇത് കിട്ടുന്നതെന്നും എങ്ങനെ അത് വാങ്ങണമെന്നും എങ്ങനെ അത് ഉപയോഗിക്കണമെന്നും ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ ആളുകൾ അറിയാതെ മുന്നോട്ട് പോകാമെന്നും നിനക്ക് ക്ലാസുകൾ തന്നവരില്ലേ. വലാ യസ്അലു ഹമീമുൽ ഹമീമാ. ഒരു കൂട്ടുകാരൻ പോലും അന്ന് നിനക്ക് തുണയില്ല. ഹബീബായ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, തങ്ങൾ പാല് തിരഞ്ഞെടുത്തത് നന്നായി റസൂലേ. ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ്. സന്മാർഗലബ്ധിയാണ് തെരഞ്ഞെടുത്തത്. തങ്ങൾ ലഹരിയാണ് തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ തങ്ങളുടെ സമുദായം മുഴുവനും പിഴച്ചു പോയേനെ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. തീർന്നില്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാല് നുകർന്നു. പിന്നീടാണ് യാത്ര. ഞാൻ ചുരുക്കി പറയാം. പറഞ്ഞത് എന്തിനു വേണ്ടിയാ? ചന്ദ്രയാൻ 3 കൊണ്ട് അഭിമാനം കൊള്ളുന്നതിലേറെ മോമിനീങ്ങൾ അഭിമാനം കൊള്ളണം പ്രവാചകന്റെ ഈ യാത്ര. ഇനിയാണ് നടക്കുന്നത് മിഅ്റാജ്. ഒരുപക്ഷെ ഭൗതിക ലോകത്ത് 2 മാസത്തെ വഴിദൂരം സഞ്ചരിക്കുന്നതാകുന്ന വാഹനം മനുഷ്യൻ കണ്ടെത്തിയേക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് അതേ രാത്രിയിൽ തന്നെ പിന്നീടുള്ള കുറഞ്ഞ സമയം കൊണ്ട് സുബഹിക്ക് മുമ്പായിട്ട് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരിക. സുബ്ഹാനല്ലാഹ്. അതെന്തായാലും ഇനി ലോകത്ത് ആർക്കും പറ്റൂല. ഇവിടെ പേടകം സഞ്ചരിച്ചതിന് എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടാണ്, എത്രയോ മാസങ്ങൾ സഞ്ചരിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ സഞ്ചരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാണം തുടരുന്നു, യാത്ര തുടരുകയാണ്. ശ്രേഷ്ഠമായ യാത്ര. വഉറൂജുഹു മിനൽ മസ്ജിദിൽ അഖ്സ ഇലാ മാഷാ അല്ലാഹു ഫൗഖ സമാവാതി സബ്ഇ ഹുവൽ മിഅ്റാജ്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന തലത്തിലേക്കുള്ള പ്രയാണം, രാത്രിയിൽ വളരെ കുറഞ്ഞ സമയത്ത് നടത്തിയതാകുന്ന യാത്ര, അതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ യാത്രയാണ് പിന്നീട് നടക്കുന്നത്. വളരെയേറെ ശ്രേഷ്ഠമായ യാത്ര. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനത്തിൽ ഞാനുമായി യാത്ര ചെയ്യുന്നു. വല്ലാത്ത അനുഭൂതിയുള്ള യാത്രയാണ്. മാനസികമായ വിഷമങ്ങൾ തങ്ങി നിറഞ്ഞുകൊണ്ട് നിലകൊണ്ടതായ എന്നെ അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുപോയാണ്. മനസ്സ് വല്ലാത്ത സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കാരണം ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണദൂതരായ മുഹമ്മദ് നബി അള്ളാഹുവിനെ കാണാനുള്ള യാത്രയാ. അള്ളാഹു എന്ന ജഗന്നിയന്താവിനെ നേരിട്ട് ദർശിക്കാൻ പോയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയപ്പോ അതാ ആകാശലോകം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഉടനെ ആകാശത്തെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുകയാണ്, മൻ അന്ത, നീ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി, അന ജിബ്രീലു, ഞാൻ ജിബ്രീലാണ്, ജിബ്രീലാണ്. ആരാണ് നിന്റെ കൂടെയുള്ളത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അദ്ദേഹത്തിലേക്കാണോ നിയോഗിക്കപ്പെട്ടത്? അതേ എന്ന മറുപടി പറയേണ്ട പക്ഷം അതാ ഒന്നാം ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫഇദം ബിആദം അലൈഹിസ്സലാം, സയ്യിദുനാ ആദം അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടാണ്. ആലോചിച്ച് നോക്ക്, ഇതേ പ്രവാചകനെയാണ് അല്പം മുമ്പ് എവിടെ കണ്ടത്? ഭൂമിയിൽ കണ്ടത്. ബൈത്തുൽ മഖ്ദസിൽ വെച്ച് അവർക്ക് ഇമാമത്തായി നിന്ന് നിർവഹിച്ചിട്ടാണ് ആകാശലോകത്തേക്ക് കയറിയത്. മനസ്സിലാക്കണം, നമ്മൾ ആദം നബി അലൈഹിസ്സലാമിനെ ഒന്നാം ആകാശത്ത് കണ്ടു. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്. സ്വാഗതമാണ് പൊന്നുമോനെ, സ്വാഗതമാണ്, സ്വാഗതമാ. കടന്നു വരൂ, കടന്നു വരൂ, എന്റെ പ്രിയപ്പെട്ട മകനല്ലേ, കടന്നു വരൂ. ആദ്യ പിതാവാണ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ മകൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ ചുരുക്കി പറയാൻ. ഇതിനിടയിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ വളരെ ചുരുക്കി പറയാൻ. ആ യാത്ര മാത്രം ഒന്ന് ചുരുക്കി പറയും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാം ആകാശത്തേക്ക് വീണ്ടും കുതിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം സ്വാഗതം അരുളി, ഞങ്ങൾ രണ്ടാം ആകാശത്തേക്ക് യാത്ര തിരിക്കുന്നു. വല്ലാത്ത അനുഭൂതിയുടെ യാത്രയാണ്, യാത്രയാണ്. മാഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശലോകത്തൊരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല സ്വഹാബ, അവിടെയെല്ലാം മലക്കുകളാണ്, മലക്കുകളാണ്. ഓരോ ചവിട്ടടി വെക്കുന്ന സ്ഥലത്തും മലക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവിടെ ചവിട്ടടി വെച്ചല്ല പോകുന്നത്, മറിച്ച് അത്രയേറെ മലക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആകാശം. സയ്യിദുനാ റസൂലുള്ളാഹി. ആ മലക്കുകളൊക്കെ ഇങ്ങനെ സ്വാഗതം വരലാണ്, ബാ ബാ ബാ, കേറി വാ. ആർക്കും കിട്ടാത്തൊരു ആശ്വാസത്തിന്റെ യാത്ര, സന്തോഷത്തിന്റെ യാത്ര അല്ലാഹുവിനെ നേർക്കുനേരക്കാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ആ പ്രവാചകരുടെ അവദാനങ്ങൾ വാഴ്ത്തണ്ടേ? അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയവും സന്ദർഭമാണ് ഈ പവിത്രമായ മാസം. അല്ലാഹു അവരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി മാസത്തെ യഥാവിധി സ്വീകരിച്ച മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാം ആകാശത്തേക്ക് ചെന്നു, വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആരാണെന്ന് ചോദിക്കുന്നു, മറുപടികൾ നൽകപ്പെടുന്നു. വാതിൽ തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫൈദം ബിഈസാ അലൈഹിസ്സലാം വയഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു പ്രായാധിക്യ സമയത്ത് നൽകിയതായ മകനല്ലേ സയ്യിദുനാ യഹ്യ നബി അലൈഹിസ്സലാം. അദ്ദേഹവും ഈസാ നബി അലൈഹിസ്സലാമും കാത്തു നിൽക്കുകയാണ്. രണ്ടുപേരും സ്വാഗതം അരുളുകയാണ്. മർഹബാ
بالنبي الصالح والأخ الصالح. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന മുത്തുനബിയെ കടന്നു വരിക. സ്വാഗതമാണ്, സ്വാഗതമാണ്, സ്വാഗതമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാം ആകാശത്തിന്റെ ചുവട്ടിലെത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടികൾ നൽകപ്പെടുന്നു, വാതിൽ തുറക്കപ്പെടുന്നു. ഫൈദം ബി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതം അരുളുകയാണ്. മർഹബാ ബിൻ നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്. നാലാനാകാശത്തിന്റെ ചുവട്ടിലെത്തി സ്വാഗതം അരുളുകയാണ് സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാം. അഞ്ചാം ആകാശത്തിലേക്ക് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വാഗതം അരുളുകയാണ് സയ്യിദുനാ ഹാറൂൻ നബി അലൈഹിസ്സലാം. ആറാം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഈ പ്രവാചകർക്ക് മുന്നിൽ ഒരു വാതിലും കൊട്ടിയടക്കപ്പെടുകയില്ല. ഇതൊരു സാധാ സീത വ്യക്തിയല്ലല്ലോ. ആറാം ആകാശത്ത് കാത്തു നിൽക്കുന്നു കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹുവുമായി പല പ്രാവശ്യവും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നേരിട്ട് ഇന്ന് വരെ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. മൂസാ നബിയും സ്വാഗതം അരുളുകയാണ്. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ അഖി സ്വാലിഹ്. ഇന്ന് വരെ എനിക്ക് പോലും സാധിക്കാത്തതാകുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങൾക്കിതാ സ്വാഗതമാണ്. മുഹമ്മദേ, മുഹമ്മദേ. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയിൽ നിന്ന് ഒരു ചെറിയതാകുന്ന അരുണോദയ കിരണം കണ്ടപ്പോ ഫസഇഖ മൂസാ, മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണതാണ്. ബഹുമാനപ്പെട്ടവർ പരിപൂർണമായി ബോധരഹിതനായി പോയില്ലയോ? ആ അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാൻ അല്ലാഹു തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടാണ് അല്ലാഹു കാണിക്കാൻ തുനിഞ്ഞത്. അത് തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്കിനാൽ, അനുരാഗത്താൽ അല്ലാഹു നേർക്ക് നേരെ കൊണ്ടുപോയാണ്. 6 ആകാശങ്ങൾ താണ്ടി 7ാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തി. ആരാണ് നീ? ഞാൻ ജിബ്രീലാണ്. നിന്റെ കൂടെയുള്ളതാരാണ്? മുഹമ്മദാണ്. അദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അതേ എന്ന് പറയേണ്ട താമസം. സുബ്ഹാനല്ലാഹ്. 7ാം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഫൈദം ഇബ്രാഹീം, അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായ ഖലീലാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. മർഹബാ ബിൻ നബി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന പൊന്നുമോനെ കടന്നു വരിക, കടന്നു വരിക. ആശ്വാസത്തിന്റെ വാക്കാണ്, വാക്കാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാണം നടത്തുകയാണ്. സുന്ദരമായ യാത്രയാണ്, യാത്രയാണ്. 7 ആകാശങ്ങൾ കഴിഞ്ഞു. ആലമുൽ ജബറൂത്തും മലകൂത്തും നാസൂത്തും താണ്ടി പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ തീരത്തേക്ക് എത്തിയപ്പോ حتى لبحر النور جبريل وقف في شته رعبا فودعها هتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പ്രകാശത്തിൻ്റെതാകുന്ന ശോദ്ധല തീരത്തേക്ക് എത്തിയപ്പോ മുന്നോട്ട് പോകാതെ അവിടെ തന്നെ സ്റ്റോപ്പിട്ടുകൊണ്ട് പറഞ്ഞു അത്രേ, നബിയേ, നബിയേ, ഇനി അങ്ങോട്ട് ഈ ജിബ്രീലിന് വരാൻ സാധിക്കില്ല. എന്റേതാകുന്ന ചിറകുകൾ കരിഞ്ഞു പോകും റസൂലേ. ഭയക്കാതെ മുന്നോട്ട് പോകൂ ഹബീബേ. അല്ലാഹുമായിട്ടുള്ള തിരുമുൾ കാഴ്ച തങ്ങൾക്ക് മാത്രമാണുള്ള ഖുസൂസിയത്താണ്. ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല.
സാധ്യമല്ല. ചന്ദ്രയാൻ 3 പോയി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഇന്ത്യയിലുള്ള ഓരോ മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും അതിലേറെ അഭിമാന പുളകിതമാകണേ. 3,84,403 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ചന്ദ്രനിൽ ഒരു പേടകം പോയി കാലുകുത്തിയതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന മുസ്ലിമേ, അതിലേറെ സഞ്ചരിച്ചതാകുന്ന മുഹമ്മദ് നബിയെ അറിയണേ. 7 ആകാശങ്ങൾക്കപ്പുറം എല്ലാം താണ്ടിക്കൊണ്ട്, എല്ലാ ഗ്രഹങ്ങളെയും താണ്ടിക്കൊണ്ട് യാത്ര തിരിക്കുകയാണ്. ആലമുൽ ജബറൂത്താന മലക്കൂത്താന നാസൂത്താ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. വല്ലാത്ത യാത്രയാണ്, വല്ലാത്ത സന്തോഷമാണ്. ഫുമ്മദനാ ഫതദല്ലാ فكان قاب قوسين أو أدنى فأوحى إلى ربه ما أوحى. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിലേക്ക് അല്ലാഹുവിന്റെ റസൂല് ചേർന്ന് നിൽക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഒരു അമ്പിലേക്ക് വില്ല് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു, അതേപോലെ ഹബീബായ നബിതങ്ങളും അല്ലാഹുവുമായി അടുക്കുകയാണ്. പ്രവാചകരുമായി നേർക്ക് നേരെ അല്ലാഹുവും കാണുകയാണ്. വല്ലാത്ത സന്തോഷത്തിന്റെ നാളാണ്. കൃത്യം 1 വർഷങ്ങൾക്ക് മുമ്പ് മാനസികമായി വിഷമിച്ച പ്രവാചകർ എല്ലാ വിഷമങ്ങളും മറന്നു പോകുകയാണ്. കാരണം അല്ലാഹു എത്ര സുന്ദരനാണ്. ഈ ലോകത്തുള്ള സർവ്വഹരിതാപമാകുന്ന ഭൂമികളെ സൃഷ്ടിച്ച, ഈ ഭൂമിയിലൂടെ കളകളാലവും ഒഴുക്കി ഒഴുകുന്നതായ മനോഹരമാകുന്ന നദികളെ പടച്ചതായ അല്ലാഹു, അതിനുള്ളിലൂടെ സഞ്ചരിക്കുന്നതായ മനോഹരമാകുന്ന കളർ മത്സ്യങ്ങളെ സൃഷ്ടിച്ചതായ അല്ലാഹു, സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളെ പടച്ചതായ അല്ലാഹു, സ്വർഗീയമാകുന്ന അരുവികളെ പടച്ചതായ അല്ലാഹു, ഈ ലോകത്ത് മനുഷ്യന് കണ്ണിന് കുളിർമയുള്ള പാർക്കുകളെ, മാളുകളെ, ജീവജാലങ്ങളെ, മനോഹരമാകുന്ന സസ്യലതാദികളെ, വൃക്ഷലതാദികളെ പടച്ചതായ അല്ലാഹു, ഈ ലോകത്ത് കാണാൻ കൊള്ളുന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന യൂസുഫ് നബിയെ പടച്ച അല്ലാഹു, ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ അതികായകനാകുന്ന മുഹമ്മദ് നബിയെ പടച്ച അല്ലാഹു, അവനെത്ര സുന്ദരനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു എന്ന ഉന്നതനായ വ്യക്തിത്വത്തെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകരെയും നേരിട്ട് ദർശിക്കുകയാണ്. അവിടുന്ന് പ്രവാചകർക്ക് സമ്മാനമായി അല്ലാഹു നൽകുകയാണ് 50 വഖത്ത് നമസ്കാരത്തെ നൽകുകയാണ്. ശേഷം മൂസാ നബി അലൈഹിസ്സലാം മുഖേന 6 ആകാശത്തേക്ക് ഇറങ്ങി വന്നതായ പ്രവാചകരെ മൂസാ നബി ഇടവിട്ടുകൊണ്ട് പറഞ്ഞു, ഇത് സമൂഹം അംഗീകരിക്കില്ല നബിയേ, ഞാൻ ഒരുപാട് പരീക്ഷിച്ചവനാണ്. എന്റെ സമുദായമാകുന്ന ഇസ്രായേലി ജനതയിലേക്ക് ഞാൻ നിസ്കാരവുമായി കടന്നു ചെന്നവനാണ്. അവരെന്നെ തൃണവൽഗണിച്ചു, അവഗണിച്ചു, അവർ പുറന്തള്ളി റസൂലേ. അതുകൊണ്ട് മുഹമ്മദ് നബിയെ തിരിച്ചു പോകണേ അല്ലാഹുവിലേക്ക്. 9 പ്രാവശ്യം അല്ലാഹുവിലേക്ക് മടക്കി അയച്ചു. 50 വഖത്ത് നമസ്കാരം 5 വീതം കുറച്ച് 9 ഘട്ടങ്ങളിലായി കുറച്ച് 5 വഖത്തായി ചുരുക്കി നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മുത്തുനബി മുഖേന പഠിപ്പിക്കുകയാണ്, മൻ സർറഹു അയ്യൽഖല്ലാഹ അസ്സ വ ജല്ല. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അതിസുന്ദരനായ അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ, ഫല്യുഹാഫിദ് അലസ്സലവാത്തിൽ ഖംസ. 5 വഖത്ത് നമസ്കാരം ഗൗനിക്കണേ. 5 വഖത്ത് നമസ്കാരം ശ്രദ്ധിക്കൻ. അല്ലാഹുവിനെ കണ്ട് സന്തോഷിക്കണമെങ്കിലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരങ്ങളെ ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ.
നബി തങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വസ്തുക്കൾ എണ്ണിയപ്പോഴും പ്രവാചകർ നമസ്കാരത്തെ എണ്ണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിനെ നേർക്ക് നേരെ ഒരു മോമിനായ മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 വഖത്ത് നമസ്കാരം അവൻ ശ്രദ്ധിക്കട്ടെ. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ ബഷീർ ഉസ്താദ് അവറുകൾ ഊന്നിപ്പറഞ്ഞതും അത് തന്നെയാണ്. കഴിവുള്ളവനെ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ, മുതലുള്ളവനെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ നിർബന്ധമായി റമദാൻ മാസത്തിൽ മാത്രം മതി പരിപൂർണമായി നിർബന്ധമായി നോമ്പനുഷ്ഠിക്കേണ്ടതുള്ളൂ, പകൽ നോമ്പനുഷ്ഠിക്കേണ്ടതുള്ളൂ. എന്നാൽ നിസ്കാരം ഒഴിച്ചുകൂടാൻ പറ്റാത്ത അമല 5 വഖത്തും കൃത്യമായി നിർവഹിച്ചിരിക്കും. അത് നിർവഹിച്ചാൽ അള്ളാഹുവിനെ നേർക്ക് നേരെ കാണും. 14-ാം ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് ദർശിക്കുന്നത് പോലെ ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ലൈലത്തുൽ ബദ്രി ശഫീഉനാ റസൂലുള്ളാഹി. കാണണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നിസ്കാരം പക്കായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ, നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ 3 വസ്തുക്കളുണ്ട് സ്വഹാബ. ഒന്ന് അത്തീബോ, സുഗന്ധമാണ്. രണ്ടാമത്തത് വന്നിസാഉ, എന്റെ ഭാര്യമാരാണ്. മൂന്നാമത്തത് വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. നബി മുഹമ്മദ് മുസ്തഫ